സണ്ണി ജോസഫ് എന്ന വൈദ്യുതി മന്ത്രി സണ്ണി വക്കീൽ സഹോദരി ഭർത്താവിനെ അഡീഷണൽ സെക്രട്ടറിയായി നിയമിച്ചതിന്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ വർത്തമാനങ്ങൾ നടക്കുമ്പോൾ അതിനെക്കുറിച്ച് ചോദിക്കുമ്പോഴൊന്നും മിണ്ടാത്ത സണ്ണി ജോസഫിനെ ഇന്ന് ശക്തമായി എന്തിനും ഏതിനും നിലപാട് പറയുന്ന ആരോഗ്യ ദേവസ്വം വകുപ്പ് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞിരിക്കുകയാണ്. സണ്ണി വക്കീൽ അത് ചെയ്തത് വലിയ പ്രശ്നമായി ഞാൻ കാണുന്നില്ല. എങ്കിലും ഈ പല നിയമനങ്ങളും ബന്ധുക്കൾക്ക് വേണ്ടി ചെയ്യുന്നത്, നമ്മുടെ ആശ്രിതർക്ക് വേണ്ടി ചെയ്യുന്നത് അപകടകരമാണ് രാഷ്ട്രീയത്തിൽ എന്ന നിലപാട് കൂടി കെ മുരളീധരൻ ഇന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. ഒരൊളിയമ്പ് കൂടി സണ്ണി വക്കീലിലേക്ക് വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. കൃത്യമായി സണ്ണി വക്കീൽ അങ്ങനെ ചെയ്തിട്ടുണ്ടാകുന്നത് അതിന് വേറെ മാനദണ്ഡങ്ങൾ ഉണ്ടാകുമെന്ന് കൂടി പറഞ്ഞൊരു പ്രൊട്ടക്ഷൻ തീർക്കുന്നുണ്ടെങ്കിലും നിലപാട് പറയാൻ കെ മുരളീധരൻ ആർജവം കാണിച്ചു എന്നുള്ളതാണ്. സണ്ണി ജോസഫിനോട് അതിനെക്കുറിച്ച് മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ കൃത്യമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ആളാണ്, കൃത്യമായ കാര്യങ്ങളുള്ള ആളാണ് എന്നെല്ലാം പറഞ്ഞ് അതിന്റെ മുകളിൽ ഒരു പുകമറ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും സണ്ണി ജോസഫ് പറഞ്ഞ ഒരൊറ്റ കാര്യമുണ്ട്: കണ്ണൂർ DCCയിൽ നിന്ന് വന്നതാണ് അദ്ദേഹത്തിന്റെ പേരെന്ന്. മിസ്റ്റർ സണ്ണി ജോസഫ്, നിങ്ങളോട് ചോദിക്കാനുള്ളത്, ആരാണ് ഈ DCCയെ നിയന്ത്രിക്കുന്നത്? കണ്ണൂർ KPCC പ്രസിഡന്റ് ആയിട്ട് ഇപ്പോഴും തുടരുന്ന നിങ്ങൾ കണ്ണൂർ DCC ഒരാളെ ലേബൽ ചെയ്യണമെങ്കിൽ, റെക്കമെൻഡ് ചെയ്യണമെങ്കിൽ അതിൽ നിങ്ങളുടെ ഇൻഫ്ലുവൻസും സ്വാധീനവും ഇല്ല എന്ന മണ്ടത്തരമാണോ രാഷ്ട്രീയ കേരളത്തിന്? വൈകി വന്ന് ഇങ്ങനെ പ്രതികരിക്കുമ്പോ ഞങ്ങളൊന്ന് വിഴുങ്ങിക്കളയാൻ നിങ്ങൾ ഇട്ടുതരുന്ന വർത്തമാനം 100% ഉറപ്പല്ലേ? നിങ്ങൾ തീരുമാനിച്ചു, നിങ്ങൾ DCCക്ക് എഴുതി കൊടുത്തു, DCC അതൊരു റിക്വസ്റ്റ് ആയി നിങ്ങളുടെ മുന്നിലേക്ക് വെച്ചു, നിങ്ങൾ പ്ലേസ് ചെയ്തു. സ്വന്തം അളിയനെ ഏറ്റവും വലിയ ഒരു പോസ്റ്റിലേക്ക്, ലക്ഷങ്ങൾ സാലറി ഉള്ള ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾ പ്ലേസ് ചെയ്തതിനെ 100% തെറ്റാണ്, അത് തെറ്റു തന്നെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും ഈ രാഷ്ട്രീയ കേരളം എന്നുള്ളതാണ്. അതിന് വേറെ ഒരു തരത്തിലുള്ള പുകമറകളും സൃഷ്ടിച്ച് നിങ്ങൾ ന്യായീകരിക്കാൻ നോക്കണ്ട. കാരണം ഇപ്പോഴും KPCCയുടെ അമരത്തിരിക്കുന്ന ആളുടെ പേരാണ് സണ്ണി ജോസഫ് എന്ന്. കണ്ണൂരിന്റെ കോൺഗ്രസിന്റെ രാഷ്ട്രീയ മുഖമാണ് സണ്ണി ജോസഫ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ താങ്കളുടെ ഇടപെടലുകൾ ആദ്യം മുതൽ അവസാനം വരെ ആ വിഷയത്തിലുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. മാധ്യമപ്രവർത്തകർ ചോദിക്കുകയാണ്, നിങ്ങൾ മറ്റേതെങ്കിലും വകുപ്പുകളിൽ, മറ്റേതെങ്കിലും പോസ്റ്റുകളിലൊക്കെ നിയമിച്ചിട്ടല്ലേ ഇങ്ങനെ ചെയ്യാന്ന്? ഇത് അസാധാരണത്വം നിറഞ്ഞതാണെന്ന് നിങ്ങൾ കരുതിക്കോ എന്നൊരു മറുപടി ചിരിയിൽ ഒതുക്കി പറഞ്ഞു പോകുമ്പോഴും നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡി ലാംഗ്വേജിൽ നിന്ന് ഞങ്ങൾക്ക് വായിക്കാനാവുന്നുണ്ട് നിങ്ങളുടെ മുഖത്തെ ജാളിത, ഇത് പുറത്തറിഞ്ഞതിന്റെ ആ ഒരു ബുദ്ധിമുട്ട്.